അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു നല്ല സൺഡേ ആയിട്ട് ഒരു അടിപൊളി വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും കണ്ട് നിങ്ങളാരും കണ്ണൊന്നും പടരുത്, കൊതി പടരുത്, കണ്ണ് പടരുത്. അപ്പോൾ നിങ്ങൾ നല്ല എൻജോയ് ചെയ്യണമെങ്കിൽ എൻ്റെ കൂടെ ഒരു സ്വൽപ്പരം യാത്ര ചെയ്യുക. അടിപൊളി വിഭവമാണ്. ഇതാണ് സാധനം, കണ്ടില്ലേ? ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഈ സാധനം തലേന്ന് ഞാനിങ്ങനെ ചോറൊക്കെ എടുത്ത് ഇങ്ങനെ വെള്ളത്തിട്ടിരുന്നത് കേട്ടോ. പഴങ്കഞ്ഞി കുടിക്കാനുള്ള മോഹം കൊണ്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിലങ്ങ് എടുക്കുക ചോറ്. ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത്രയും വേണം കേട്ടോ. അതങ്ങിടാം. അതങ്ങിട്ട് അതിനുശേഷം നമ്മുടെ കപ്പ നല്ല അട്ടിപ്പൊളി നമ്മുടെ അയ്യത്തെയാണ് ലാസ്റ്റ് കപ്പയായത്, അവസാനത്തെ കപ്പയാണ്. അവനെ അങ്ങോട്ട് എടുത്ത് ഇതിലോട്ട് അങ്ങോട്ട് വെച്ച്, കപ്പ കുറച്ച് മതി കേട്ടോ, അതങ്ങോട്ട് വെച്ചു. ഇതിനകത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടിച്ചിടുന്ന ചെറിയ ഉള്ളി, അതിൻ്റെ പച്ചമുളകുമാണ്. ഇതുണ്ടല്ലേ, ഇതാണ് ഐറ്റംസ്. അപ്പം ഞാനതിനെ നമ്മുടെ ഇടിക്കുഴവിലേക്ക് അങ്ങ് മാറ്റുക. ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് വെച്ചു. അവനെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി നമുക്ക് എടുക്കാം, ഒന്ന് ഇടിച്ചെടുക്കാം. നല്ല ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഈ പച്ചമുളകും ചെറിയ ഉള്ളി, ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ഉടഞ്ഞങ്ങോട്ട് ഇളക്കോ എടുക്കപ്പെടാണ് അതിൻ്റെ ഒരു എൻ്റെ പൊന്നോ, എന്തൊരു മണമെന്നറിയോ. ആ ചെറിയ ഉള്ളിയുടെ മണം ഇങ്ങനെ മൂക്കിടിച്ച് കയറുക. നല്ല ഇല്ലേ, നമുക്ക് അതുകൊണ്ട് ഈ പരുവത്തിലാവണം. ഇതുണ്ടോ, നല്ല പോലെ ഇടിഞ്ഞിരിക്കുക. അപ്പോൾ അതിനെ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് ചുരണ്ടി എടുത്ത് നമ്മുടെ പഴങ്ങിയുടെ മടലോട്ട് അങ്ങോട്ട് ഇടണം. ഉണ്ടല്ലേ, അത് വരുത്തിക്കട്ടെ. അതിനുശേഷമാണ് നമ്മുടെ അട്ടിപ്പൊളി തൈര് എന്ന് വെച്ചാൽ നല്ല വീട്ടിലുണ്ടാക്കിയ നല്ല കട്ട തൈര്. എവിടെ അങ്ങോട്ട് വേണ്ടേ, ഇങ്ങനെ അങ്ങോട്ടങ്ങ് ഒഴിക്കണം. കൊതി പടരുത് കേട്ടോ. അവനെ അങ്ങനെ അങ്ങോട്ട് വെച്ച് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്തായിരുന്നറിയോ, ഉപ്പ് നമുക്ക് വേണ്ടുന്ന മാത്രം ഇടുക. ഞാൻ സാധാരണ ഉപ്പ് കുറച്ചേ എല്ലാത്തിലും കഴിക്കാറുള്ളൂ, അതുകൊണ്ട് ഇനി കുറച്ചുപ്പ് മതി, ശകലം ഉപ്പ് ഉണ്ടല്ലേ. അതങ്ങോട്ട് വെച്ചു, അവനെയും അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനിയാണ് ഗുസ്തി അടക്കാൻ പോകുന്നത്. വേവിച്ച് വെച്ച കപ്പയും നമ്മുടെ ആ ചെറിയ ഉള്ളിയും നമ്മുടെ ആ പച്ചമുളകും ആ തൈരും കൂടെ അങ്ങോട്ടുണ്ടല്ലോ, വേണ്ടേ, ഇങ്ങനെ അങ്ങോട്ടൊരു ഞെവിട്. എൻ്റെ പൊന്നോ, സത്യം പറഞ്ഞാല് വായിക്കൂടെ വെള്ളം വരുക. നോക്കൂ, ഇങ്ങോട്ട് നോക്കൂല്ലോ, ഇങ്ങോട്ട് ആക്കി ആണോ. നമ്മൾ എടുക്കപ്പോൾ ഇളക്കപ്പോൾ തന്നെ നമ്മുടെ ഒരു ഇങ്ങനെ അങ്ങ് കഴിക്കാനുള്ള വ്യഗ്രത വന്നുകൊണ്ടിരിക്കുക. എന്നും പറയണ്ട. അങ്ങനെ അങ്ങോട്ട് നല്ല മിക്സ് ആയിരിക്കുക. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ എന്തോ സാധനം അറിയോ, ഇന്നലെ നല്ല വേവിച്ച് പറ്റിച്ച് വെച്ച മീൻകറിയും തൊറിയോ, വറ്റ, ചെറിയ വറ്റയായിരുന്നു, നല്ല ഫ്രഷ് വറ്റയായിരുന്നു. ഉണ്ടല്ലേ, വറ്റയുണ്ട്, വായി വെള്ളം നിൽക്കുന്നില്ല. നല്ല കടുമാങ്ങ അച്ചാർ, അത് വേറെ, ചീരത്തോരൻ, ചക്കക്കുരു എടുത്ത സാധനം. എൻ്റെ പൊന്നു. അപ്പോൾ തുടങ്ങാല്ലേ, എൻ്റെ കൂടെ യാത്ര ചെയ്യാം. പക്ഷെ ഒരു കാര്യം മാത്രം പറയാം, കൊതി വളരരുത്. ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് എന്തുവാ ഞാൻ പറയേണ്ടേ. അതിനുശേഷം നമ്മുടെ ആണ്ടി കുടംപൊളി ഇട്ടു വെച്ച നല്ല വറ്റ കറിയുണ്ട്. കുടംപൊളി മാറ്റി വെച്ചു, ചാറങ്ങോട്ട് എടുത്ത് എന്തോ പറയാനാ, ആരോ കൊതി കിട്ടും കേട്ടോ മണ്ടക്കറി. എന്നിട്ട് നമ്മുടെ കടുമാങ്ങ കേട്ടോ, നല്ല കറുമുറ നല്ല കടുമാങ്ങ കേട്ടോ. തോനെ അവിഞ്ഞില്ല, അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്. വീണ്ടും നമ്മൾ
എന്നിട്ട് നമ്മളെ ചീരത്തോരൻ, ആ ചക്ക കൂട്ടി ഉപയോഗിച്ച ചീരത്തോരൻ. ഇനി എന്താ പറയാനാ, ഏറ്റവും നല്ല കോമ്പിനേഷൻ ഈ നമ്മുടെ മീൻകറി തലേന്ന് വെച്ച പിറ്റേന്ന് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ പഴങ്കഞ്ഞി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അതറ്റ അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ. അപ്പം എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുകയാണ്. വേണ്ടുന്നവരെല്ലാം വരിക. താങ്ക് യു സോ മച്ച്. എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് ഇഷ്ടംമാതിരി ഫ്രണ്ട്സാണ്. എൻ്റെ പോസ്റ്റിംഗ് എല്ലാം 1.6 1.8 ഒക്കെ പോകാറുണ്ട്. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. ദയവ് ചെയ്ത് എല്ലാവരും എന്നെ ഒന്ന് ബെല്ലിലോട്ടൊന്ന് അമർത്തുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. താങ്ക് യു സോ മച്ച്. ഇനിയും കാണാം SP Space Journey. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് സൺഡേ.